വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനലിൻ്റെ ഒരു സമയം അതെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ശരിയാ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. നേരെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഈ ചാനൽ ഞങ്ങൾ ഒരു കളിതമാശയ്ക്ക് വേണ്ടി തുടങ്ങിയതാണെങ്കിലും പിന്നീട് അതൊരു വലിയൊരു ലക്ഷ്യത്തേക്കുള്ള മാർഗ്ഗങ്ങളായിട്ടാണ് ഇത് തെളിയുന്നത്. കാരണം ഞങ്ങൾ വീടൊക്കെ വെക്കാനുള്ള പ്ലാനിങ് ഉണ്ട്. അപ്പോൾ വാപ്പാനെ സഹായിക്കണം എന്നുള്ളൊരു മൈൻഡൊക്കെ വന്ന് തുടങ്ങിയത് ഇപ്പോഴാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ നിങ്ങളെ സപ്പോർട്ട് വളരെ ആവശ്യമാണ് എനിക്ക്. നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ മാത്രം എനിക്ക് അതിന് സാധിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നൊരു സ്പെഷ്യലായിട്ട് ഗോതമ്പ് ദോശയൊക്കെ തിന്നുമെടുത്തവർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിന് നമുക്ക് ഗോതമ്പ് പൊടി എടുക്കാം കേട്ടോ. അതൊരു കപ്പ് 1.5 കപ്പാണ് ഞാനിവിടെ എടുത്തേക്കണം. അതിലേക്ക് പഞ്ചസാരയും ഉപ്പും ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം എന്ന് വെച്ചാൽ നമ്മൾ എന്തോരം പൊടി എടുത്തോ അത്രയും തന്നെ നമ്മൾ ഇതെടുക്കണം കേട്ടോ, വെള്ളം എടുക്കണം. എന്നാലേ ഒരു കൺസിസ്റ്റൻസി ശരിയാവുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ഇത് വേണമെന്ന് വെച്ചാൽ മൈദയിലും ചെയ്യാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇതിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കാം. കറക്റ്റ് ഞാനിപ്പോൾ 1.5 കപ്പ് പൊടി എടുത്ത് 1.5 കപ്പ് തന്നെ വെള്ളം എന്തായാലും ഒഴിക്കണം കേട്ടോ. കാരണം ഇല്ലെങ്കിൽ അത് ഒന്നില്ലെങ്കിൽ ടൈറ്റായിപ്പോയാലും ലൂസായിപ്പോയാലും നമുക്ക് ഈ ഒരു ഇതിൽ കിട്ടില്ല. അപ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് വരുമെന്ന്. അപ്പോൾ അത് നമുക്ക് നല്ലോണം ജാറിലേക്ക് ഇട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ കട്ടകളും ഒക്കെ ഒന്ന് തീരുന്ന രീതിയിൽ ഇതാക്കാം. അപ്പോൾ മമ്മു വന്നിട്ട് അവനെ ഇട്ട് പാത്രത്തിൽ ഒഴിക്കണം എന്നൊക്കെ പറഞ്ഞ് മമ്മു പാത്രത്തേക്കൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് വേണ്ടത് മുട്ടയാണ് കേട്ടോ. മുട്ട നമുക്ക് അതിലേക്ക് 2 എണ്ണം പൊട്ടിച്ചിട്ട് കൊടുക്കാം. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ മുട്ട എല്ലായിടത്തും ഒന്ന് എത്തുന്ന രീതിയിലൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ അത് ഇളക്കി കഴിഞ്ഞു. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അമ്മ പിന്നെയും കയറി വന്നു അവനെ ഇളക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. മമ്മ ഇളക്കുന്നുണ്ട്. അന്ന് ഇളക്കിയിട്ടൊക്കെ ഇതാക്കണം. അതിന് ശേഷം നമുക്ക് നേരെ ചുടാൻ പോകാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഗ്യാസ് കത്തിച്ചു, സ്റ്റവ് വെച്ചു. ഇത് നമ്മൾ പരത്തി കൊടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ ദോശ ചൂടുന്ന പോലെ കല്ലിൽ വെച്ച് നമുക്ക് ഒന്ന് പരത്തി കൊടുക്കുക, തിന്നായിട്ട് പരത്തി കൊടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു മധുരം ഇതൊക്കെ നമ്മൾ ദോശ കഴിച്ച് മടുത്ത് കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. 2-3 പ്രാവശ്യം നമുക്കൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമ്മളെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, മമ്മൂക്ക ദോശ എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ മടുത്തു. ഇപ്പോൾ ഈ ദോശ ആയപ്പോൾ അടിപൊളിയായിട്ട് അവൻ കഴിച്ചിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബൈ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.